ഷൈറ്റയും അതേപോലെ തന്നെ ആദിലയും കൂടെ രാവിലെ തന്നെ അനുവിനെ ഇട്ട് കുത്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്ത് നിന്നല്ല, മാറി നിന്നാണ് അസ്യൂഷ്വൽ കട്ടപ്പമാർ. അപ്പം നമ്മുടെ ഷൈത്ത് ചോദിക്കുകയാണ്, ഇവളിങ്ങനെ ഫുഡ് തരുമോ? അപ്പോൾ ആദില ചോദിക്കുന്ന, ആര്? ഇവിടുത്തെ ഷെഫ്. എന്തൊരു പ്രശ്നമാണ് കിച്ചണിൽ മാത്രം എന്താ ഇത്ര പ്രശ്നം? അപ്പോൾ ആദില വന്ന് നൈസായിട്ട് പറയുകയാണ്, എടി കിച്ചണിൽ കയറിയ നല്ല കണ്ടൻറ്റ് പോകുമെന്ന് അവൾക്കറിയാം, അതിന് വേണ്ടിയിട്ടാണ് അവൾ എപ്പോഴും കിച്ചണിൽ കയറുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, അത്രയും ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് നിന്നാണ് അനുമോൾ കറി ഉണ്ടാക്കുന്നതും ദോശ ഉണ്ടാക്കുന്നതും. ഇടയ്ക്ക് ആ രഞ്ജിത്ത് പോയി കുത്താൻ വേണ്ടിയിട്ടാണ് പോയിരുന്ന് ദോശ ഉണ്ടാക്കി കൊടുത്തത്. വേറെ ഒരു മനുഷ്യർ ആ അടുക്കള കയറുകയോ സഹായിക്കുകയോ ചെയ്തിട്ടില്ല. ഇവറ്റകൾക്കൊക്കെ വയറ് നിറച്ച് കഴിക്കാൻ വേണം, പക്ഷെ കുറ്റം പറയാൻ അനുമോൾ തന്നെ വേണം. നാണോ ഇല്ലേ ഇങ്ങനെ നിന്ന് കുറ്റം പറയാൻ വേണ്ടിയിട്ട്? എന്നിട്ട് പറയുവാണ്, നീ അന്ന് കണ്ടില്ലേ ആ ഫുഡിന് വേണ്ടി വഴക്കുണ്ടാക്കി വലിച്ചത്? അക്ബർക്ക ചോദിച്ചപ്പോൾ ഞാനങ്ങനെ സ്വാഭാവികമായിട്ട് എടുത്ത് കൊടുക്കാൻ ചെന്നപ്പോൾ അവൾ പിടിച്ച് വലിച്ചു. ഞാൻ വിട്ടുകൊടുക്കുമോ? ഞാനും നല്ല വലിച്ച്. അതേപോലെ ഡ്രൈ ഡേയുടെ അന്ന് അനുമോൾ അതിലെ കുറേ ഉപദേശിച്ചു. അപ്പോൾ ഇവളെ ഞാൻ തിരിച്ചൊന്നും പറയത്തില്ല, കാരണം ഇവൾ പറഞ്ഞാൽ ഇവൾ കേൾക്കത്തില്ലല്ലോ. ഇവൾ എൻ്റെ അടുത്ത് പറയാം എൻ്റെ സ്വഭാവങ്ങളൊക്കെ ഒത്തിരി മാറ്റാനുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ശൈത്യ ചോദിക്കുകയാണ്, അപ്പോൾ അവളുടെ സ്വഭാവം എന്താ അവൾ മാറ്റാത്തത്? അവൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ ആത്മാർത്ഥ സുഹൃത്തുക്കളെ വേദനിപ്പിക്കരുതെന്ന്. എന്നിട്ട് അവൾ എൻ്റെ കാര്യത്തിൽ അതെന്താ നോക്കാത്തത്? ശരിക്കും ഈ ആത്മാർത്ഥ സുഹൃത്തുക്കളെന്ന് പറഞ്ഞ് ഈ രണ്ടെണ്ണം കൂടെ എന്താണ് അനുവിൻ്റെ അടുത്ത് കാണിക്കുന്നത്? അനു ഇതുവരെ ഇവരെ എവിടെയെങ്കിലും ഇട്ട് കൊടുക്കുകയോ ഇവരെ വിഷമിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? എന്തായാലും ഈ കട്ടപ്പന്മാർ രണ്ടുപേരോട് ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. എന്തായാലും ഈ കട്ടപ്പന്മാർ രണ്ടുപേരും കൂടെ ചേർന്നത് കൊണ്ട് നമ്മുടെ ആദിലയുടെ നൂറയുടെ വോട്ട് അങ്ങോട്ട് നന്നായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. കുറയട്ടെ, രണ്ടെണ്ണം തോറ്റ് തുന്നം പാടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോട്ടെ. എന്നിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് മനസ്സിലാക്കിക്കോളും ആരാണ് ചതിച്ചത്, ആരാണ് കൂടെ നിന്നതെന്ന്.